അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 14ാം പാഠം കലാമുൻ ഖദീമുൻ. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ അൽ മുനാദൽ മുളാഫു ഇലാ യാഇൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുനാദയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് മുനാദൽ മുളാഫു ഇലാ യാഇൽ മുത്തക്കല്ലിം? അവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഖാലല്ലാഹു തആല യാ ഇബാദി ഫത്തഖൂൻ. അല്ലാഹു പറയുന്നു, എൻ്റെ അടിമകളെ, എന്നെ നിങ്ങൾ സൂക്ഷിക്കുക. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും. എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ മേൽ യാതൊരു ഭയവുമില്ല. യാ അസഫ അലാ യൂസുഫ. യൂസുഫിന്റെ കാര്യത്തിൽ മഹാകഷ്ടം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അതിക്രമം കാട്ടിയിരിക്കുന്ന എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. ഈ പാഠഭാഗത്തിൽ ശ്രദ്ധിക്കുക. നിദാഇന്റെ അക്ഷരവും വിവിധ രീതിയിലുള്ള മുനാദകളും മേളിച്ച ഖുർആനിന്റെ സൂക്തങ്ങളാണ് പാഠത്തിൽ നൽകിയിട്ടുള്ളത്. അവയിൽ നമുക്ക് കാണാം യാ ഇബാദി, യാ ഇബാദി, യാ അസഫ, യാ ഇബാദിയ എന്നിവയാണ് വ്യത്യസ്ത തരത്തിലുള്ള മുനാദകളെ നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് നോക്കാം. അവസാനം ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അഥവാ അലിഫ്, വാവ്, യാ ഇല്ലാത്ത മുനാദയെ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ചേർക്കുമ്പോൾ 5 പ്രയോഗം അനുവദനീയമാണ്. ആ 5 പ്രയോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. മുത്തക്കല്ലിമിന്റെ യായിനെ കളഞ്ഞു കസ്റ കൊണ്ട് ഉച്ചരിക്കുക. ഉദാഹരണം യാ ഇബാദി. 2. മുത്തക്കല്ലിമിന്റെ യായിന് സുക്കൂൻ ചെയ്യുക. ഉദാഹരണം യാ ഇബാദി. 3. മുത്തക്കല്ലിമിന്റെ യായിനെ അലിഫാക്കി മറിക്കുകയും അലിഫിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. ഉദാഹരണം യാ അസഫ. 4. മുത്തക്കല്ലിമിന്റെ യായിനെ അലിഫാക്കി മറിച്ചതിനു ശേഷം അലിഫിനെ കളയുക. അങ്ങനെ ഫത്ഹിന്റെ മേൽ ഉച്ചരിക്കുക. ഉദാഹരണം യാ ലഹ്ഫ. 5. മുത്തക്കല്ലിമിന്റെ യാഇന് ഫത്ഹ് നൽകുക. ഉദാഹരണം യാ ഇബാദിയ. ഇനി മുനാദ അവസാനം മുഅത്തല്ലായ ഫിഅലാണെങ്കിൽ യാഇന് ഫത്ഹ് നൽകി ഉച്ചരിക്കൽ മാത്രമേ പറ്റുകയുള്ളൂ. ഉദാഹരണം യാ ഫതായ, യാ ഖാലിയ. ഇവകളൊക്കെ അവസാനം യാ നൽകി, യാ വന്നതുകൊണ്ട് ഫത്ഹ് നൽകി മാത്രമേ ഉച്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി മുനാദിയായി വരുന്ന ഇബ്നു ഉമ്മ, ഇബ്നു അമ്മ ഇവകളെ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് ഇബ്നു ഉമ്മ അല്ലെങ്കിൽ ഇബ്നു അമ്മ എന്നിവയാണെങ്കിൽ യാഇനെ കളയലും ഫത്ഹോ കസ്റോ നൽകലും അനുവദനീയമാണ്. ഉദാഹരണം നോക്കാം. യബ്ന ഉമ്മി, യബ്ന ഉമ്മ. ഇവിടെ ഫത്ഹോ കസ്റോ നൽകാവുന്നതാണ്. ഇനി മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത് അബ്, ഉമ്മ് എന്നിവയാണെങ്കിൽ മുമ്പ് വിവരിച്ച പ്രയോഗങ്ങളോടുകൂടെ മുത്തക്കല്ലിമിന്റെ യാഇന്റെ സ്ഥാനത്ത് സ്ത്രീലിംഗത്തിന്റെ താ നൽകണം അഥവാ ഹാത്ത നൽകണം. ഉദാഹരണം നോക്കാം. യാ അബത്തി, യാ ഉമ്മത്തി. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഫി മുനാദൽ മുളാഫി ഇലാ യാഇൽ മുത്തക്കല്ലിമി 5 ലുഗാത്തിൻ ബയ്യിൻഹ. ആ 5 രൂപങ്ങൾ നമുക്ക് നോക്കാം. ഹദ്ഫുൽ യാഇ വൽ ഇക്തിഫാഉ ബിൽ കസ്രി, ഇസ്ബാത്തുൽ യാഇ സാകിനതൻ, ഖൽബുൽ യാഇ അലിഫൻ വ ഇസ്ബാതുഹ, ഖൽബുൽ യാഇ അലിഫൻ വ ഹദ്ഫുഹ വൽ ഇക്തിഫാഉ ബിൽ ഫത്ഹതി, ഇസ്ബാത്തുൽ യാഇ മഫ്തൂഹതൻ. ഇതിന്റെ മലയാളവും കൂടി നമുക്ക് നോക്കാം. 1. മുത്തക്കല്ലിമിന്റെ യാഇനെ കളഞ്ഞു കസ്ർ കൊണ്ട് ഉച്ചരിക്കുക. ഉദാഹരണം യാ ഇബാദി. 2. മുത്തക്കല്ലിമിന്റെ യാഇന് സുക്കൂൻ ചെയ്യുക. ഉദാഹരണം യാ ഇബാദിയ.
3 മുത്തക്കല്ലിമിന്റെ യാഇനെ അലിഫാക്കി മറിക്കുകയും അലിഫിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. ഉദാഹരണം യാ അസഫ. 4 മുത്തക്കല്ലിമിന്റെ യാഇനെ അലിഫാക്കി മറിച്ചതിനു ശേഷം അലിഫിനെ കളയുക, അങ്ങനെ ഫത്തഹിന്റെ മേലിൽ ഉച്ചരിക്കുക. ഉദാഹരണം യാ ലഹുഫ. 5 മുത്തക്കല്ലിമിന്റെ യാഇന് ഫത്തഹ നൽകുക. ഉദാഹരണം യാ ഇബാദിയ. അടുത്ത ചോദ്യം, ഇദാ കാനൽ മുനാദിൽ മുലാഫു അബൻ ഔ ഉമ്മൻ ഫീഹി സബ്ഉ ലുഗാത്തിൻ മാഹിയ. ഇവിടെ 5 വ്യത്യസ്ത രൂപങ്ങളിലെ രൂപം പറഞ്ഞു. അതിനു പുറമെ 2 രൂപങ്ങൾ കൂടി അബു എന്നതിൻ്റെയും ഉമ്മു എന്നതിനെയും അതിലേക്ക് ഇലാഫത്ത് ചെയ്ത മുനാദയാണെങ്കിൽ അവിടെ 7 രൂപങ്ങളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ 5 രൂപങ്ങളും അതിനു പുറമെ 2 രൂപങ്ങളും. അവ ഏതെല്ലാം എന്നാണ് ചോദ്യം. അൽ ഖംസത്തുൽ മദ്കൂറത്തു, നേരത്തെ പറഞ്ഞ 5 രൂപങ്ങളും. വസ്സാദിസത്തു, 6ാമത്തേത് ഹദ്ഫുൽ യാഇ വൽ ഇജ്സാഉ ബിൽ ഫത്ഹത്തി, യാഇനെ കളയുക, ഫത്ഹ് കൊണ്ട് മതിയാക്കുക. വസ്സാബിഅത്തു തഅവീലു താഇ തഅനീസി അൻ യാഇൽ മുത്തകല്ലിമി, മുത്തകല്ലിമിന്റെ യാഇനെ തൊട്ട് തഅനീസിന്റെ തായിനെ പകരമാക്കുക. അടുത്ത ചോദ്യം, ഇദാ കാനൽ മുനാദൽ മുലാഫു ഇബ്ന ഉമ്മ ഔ ഇബ്ന അമ്മ മാദാ യജൂസു ഫീഹി. ഇനി മുനാദൽ മുലാഫ് ഇബ്ന ഉമ്മ എന്നുള്ളതോ അല്ലെങ്കിൽ ഇബ്ന അമ്മ എന്നുള്ളതോ ആണെങ്കിൽ എന്തൊക്കെ അനുവദനീയമാകും? യജൂസു ഫീഹി ഹദ്ഫുൽ യാഇ വൽ ഇജ്സാഉ ബിൽ കസ്റത്തി ഔ അൽ ഫത്ഹത്തി, യാഇനെ കളയൽ അനുവദനീയമാണ്. മാത്രമല്ല അവിടെ കസ്റോ ഫത്ഹോ അവിടെ നൽകലും അനുവദനീയമാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. അൽ അബു അൽ മുലാഫ് ഇലാ യാഇൽ മുത്തകല്ലിം, മുത്തകല്ലിമിന്റെ യാഇലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട അബ് എന്ന പദത്തിന്റെ ഒരു ഉദാഹരണം അബീ എന്നാണ്. ഇബ്ന അമ്മ, ഇബ്ന അമ്മയുടെ ഒരു ഉദാഹരണം ഇബ്ന അമ്മീ.